ദേശീയതലത്തിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്ത വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യത തുറന്നിട്ടിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി എന്നുള്ളതാണ്. ബിജെപി ടിക്കറ്റ് നിഷേധിച്ചാൽ വരുണിനെ മത്സരിപ്പിക്കുന്ന കാര്യമാണ് പരിഗണിക്കുന്നത്. ഇത്തരത്തിൽ എസ് ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കാറായോ, അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് എന്ന് പറയാൻ സമയമായോ? ഏതായാലും ബി.ജെ.പിയുടെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും സമാജ്വാദി പാർട്ടിയുടെ തീരുമാനം. ഏതായാലും സമാജ്വാദി പാർട്ടി ബി.ജെ.പി എന്ത് നിലപാട് എടുക്കുന്നുവെന്ന് ഉറ്റുനോക്കുകയാണ്. കാരണം പിലിഭത്ത് നിലവിൽ വരുൺ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ്. മാത്രവുമല്ല പിലിഭത്ത് അടക്കമുള്ള 8 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. അതായത് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ബി.ജെ.പിയുടെ തീരുമാനം ഏതായാലും ഉടനടി വരാനിരിക്കുന്നു. അതിനെ ആശ്രയിച്ചായിരിക്കും ഏതായാലും സമാജ്വാദി പാർട്ടിയുടെ തീരുമാനം. വരുൺ ഗാന്ധിയും മേനക ഗാന്ധിയും കോൺഗ്രസിലെ ഗാന്ധി കുടുംബത്തിനുള്ള ബി.ജെ.പിയുടെ ബദലായിരുന്നു എല്ലാ കാലത്തും ഈ 2 നേതാക്കളും. പക്ഷേ സമീപകാലത്ത് വരുൺ ഗാന്ധിയോട് തീരെ മമതയില്ല ബി.ജെ.പിക്ക്. മാത്രവുമല്ല വലിയ വിയോജിപ്പ് വരുൺ ഗാന്ധി പല ഘട്ടങ്ങളിലും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ എടുക്കുന്ന അല്ലെങ്കിൽ ബി.ജെ.പിയുടെ എം.പിമാരെടുക്കുന്ന നിലപാടിന് വിരുദ്ധമായ നിലപാട് വരുൺ ഗാന്ധി പല വിഷയങ്ങളിലും സ്വീകരിക്കുന്നത്. സർക്കാരിനെതിരെ പ്രത്യേകിച്ച് കർഷക സമരം അടക്കമുള്ള വിഷയങ്ങൾ, ലഖിംപൂർ ഖേരി അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വരുൺ ഗാന്ധി സർക്കാരിനെതിരായ നിലപാട് സ്വീകരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ മാത്രമല്ല യു.പിയിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെയും അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല 2ാം മോദി സർക്കാർ വന്നപ്പോൾ മേനക ഗാന്ധിക്ക് മന്ത്രി പദവി ലഭിച്ചില്ല. ഒരുപക്ഷെ സ്പീക്കർ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുമെന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതും ഉണ്ടായില്ല. അപ്പോൾ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് വലിയ വിയോജിപ്പുണ്ട് ഈ നേതാക്കളിൽ. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് സുൽത്താൻപൂർ സീറ്റ് മേനക ഗാന്ധിക്ക് നൽകിയേക്കും. പക്ഷേ പിലിഭത്തിൽ നിന്ന് വീണ്ടും വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകില്ല എന്നുള്ളതാണ്. അപ്പോൾ വരുൺ ഗാന്ധി എന്ത് നിലപാടെടുക്കുന്നു? സമാജ്വാദി പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. അഖിലേഷ് യാദവിന്റെ പ്രതികരണം പോലും അതാണ്. ആദ്യം ബി.ജെ.പിയുടെ തീരുമാനം വരട്ടെ, അതിനുശേഷം സമാജ്വാദി പാർട്ടി നിലപാട് പറയാം എന്നാണ് അഖിലേഷ് യാദവ് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും ഉടൻ തന്നെ ബി.ജെ.പി പ്രഖ്യാപനം നടത്തിയേക്കും. കാരണം ആദ്യഘട്ടത്തിലാണ് പിലിഭത്തിൽ പോളിംഗ്. അപ്പോൾ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ശരി, അതാണ് ദേശീയതലത്തിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളുടെ വളരെ വിശദമായാണ് അത് രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും.